ഒരു അടിപൊളി ഉറക്കമൊക്കെ ഉറങ്ങി പിറ്റേന്ന് എണീച്ചപ്പോ എന്നാ കല്യാണത്തിന് പോണേ മുന്നേ അടുത്തുള്ള പുഴയിലൊന്ന് കുളിക്കാൻ പോയല്ലോ എന്ന് റിയച്ചിച്ച് പറഞ്ഞു. കോട്ടപ്പുഴ TK കോളനി എന്നറിയപ്പെടുന്ന ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാരും കൂടി പുഴ കാണാൻ ഇറങ്ങി. തണുത്ത ക്ലൈമറ്റ്, നല്ല തണുത്ത വെള്ളവും. വെള്ളം പൊതുവെ കുറവായിരുന്നു, എന്നാലും വെള്ളത്തിലിറങ്ങണ അലർജി ഇല്ലാത്തവരൊക്കെ കുളിക്കാൻ ഇറങ്ങി. നല്ല ചുമയും കൂട്ടത്തില് ജലദോഷം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. പക്ഷെ എനിക്കതൊരു മിസ്സായിരുന്നു, കാരണം ചോലയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഫ്രഷ് വാട്ടർ ആയിരുന്നു. ഇവിടുത്തെ കല്ലുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നിട്ടാ. ഈ ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അടുത്തുള്ള ഈ പള്ളിയുടെ ഗ്രോട്ട പണി നിർത്തിയിരിക്കുന്നത്. സംഭവം എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. എപ്പോഴെങ്കിലും ഈ ഹൈ റേഞ്ചിലെ വീടുകൾക്ക് ഒരു സമ്മർ ഹൗസ് ഫീല് തോന്നിയിട്ടുണ്ടോ? സമയം ഇച്ചിരി വൈകിയായിരുന്നു, എന്നാലും വേഗം പെട്ടിയും പാക്ക് ചെയ്ത് റെഡിയായി അവിടെ നിന്ന് ഇറങ്ങി നേരെ കല്യാണത്തിന്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ട് ഇവിടുത്തെ കല്യാണ സദ്യ. വെജ് ആൻഡ് നോൺ വെജ് മിക്സഡ് സദ്യ ആയിരുന്നു ഇവിടെ, ഒരു ഹോംലി ഫീൽ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നേരെ വിട്ടു ഏറ്റവും വലിയ തേക്ക് കാണാൻ കനോലി പ്ലോട്ടിലേക്ക്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ നാളെ പറയാട്ടോ. പിടിച്ച് വണ്ണമുള്ള തേക്കാണ് ലോകത്തെ ഏറ്റവും വലിയ തേക്ക്.